ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. ഓരോ ബുധനാഴ്ചയും ഇവിടെ അമ്മയുടെ ഗ്രോട്ടോയുടെ മുമ്പിൽ ശുശ്രൂഷകളുണ്ട്. പരിശുദ്ധ കുർബാനയും ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ്. ഈ ഗ്രോട്ടോയിലെ അമ്മ എരവിമംഗലം മക്കൾക്ക് കുറേയേറെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൂർദിലെ ബർണർദീത്ത വഴി ലോകത്തിന് രോഗശാന്തിയുടെ ഒരു കൃപ കൊടുത്ത പരിശുദ്ധ അമ്മ ഇവിടെയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. അമ്മയുടെ അടുത്ത് അമ്മമാരൊക്കെ വന്ന് പ്രാർത്ഥിക്കും. ഈ തിരികത്തിക്കുന്ന സഹോദരിയുണ്ടല്ലോ, ആ ചേച്ചിക്ക് കുറേയേറെ നന്ദിയുണ്ടത്രേ അമ്മയോട് പറയാൻ. മലയാറ്റൂർക്ക് മല കയറാൻ പോകാൻ പറ്റുമോ എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം കാൽപാദത്തിൽ ഒരു വലിയ മുഴ. എന്തായാലും മലയാറ്റൂർ മല കയറിയേ പറ്റൂ. അങ്ങനെ വിചാരിച്ച് ഈ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എല്ലാവരും മല കയറട്ടെ, എനിക്ക് താഴ്ത്തിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മേരി ചേച്ചി പോയതത്രേ. പക്ഷേ അവിടെ ചെന്നപ്പോൾ മല കയറാനുള്ള വലിയ മോഹം. അപ്പോൾ പറഞ്ഞു, ഗ്രോട്ടോയിലെ അമ്മേ, എനിക്ക് മല കയറണം കേട്ടോ എന്ന്. എന്തിനു പറയുന്നു, എല്ലാവരേക്കാളും മുൻപ് മേരി ചേച്ചിയാണത്രേ മല കയറിയത്. പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മുമ്പിൽ. അത്ഭുതം അതല്ല, മടങ്ങി വന്നപ്പോൾ പിന്നെ കാലിലെ മുഴ കാണാനില്ല. രോഗശാന്തി രോഗസൗഖ്യം നൽകുന്ന അമ്മയാണല്ലോ ലൂർദിലെ അമ്മ. ആ ചേച്ചി പറയായിരുന്നു, ഈ അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം അതുപോലെയാണത്രേ ആ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഈ അമ്മ ഇടപെട്ടിട്ടുള്ളത്. ഇതുപോലെ അനേകം മക്കൾക്ക് ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അതിലെ ഒരു വലിയ അനുഗ്രഹം പ്രാപിച്ച പാപിയാണല്ലോ ഞാനും. പ്രിയ സഹോദരങ്ങളെ, 13 വയസ്സ് പ്രായമുള്ള ബർണർദീത്തയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ഗ്രോട്ടോയുടെയൊക്കെ പിന്നിൽ നമ്മൾ ഓർക്കുന്ന ഒരു ചരിത്രം. അന്ന് ബർണർദീത്ത എന്ന് പറയുന്ന ബർണർദീത്ത സുബിറോസ് സഹോദരിയുമായിട്ട് വിറക് ശേഖരിക്കാൻ പുറപ്പെട്ട് അവിടെ എത്തിയപ്പോഴാണ് ഈ അമ്മയെ കാണുന്നത്. ആദ്യമായിട്ട് അമ്മയെ കാണുമ്പോൾ ആനക്കൊമ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതായത് വൈറ്റ് തന്നെ. നീല ഷോള് കൊണ്ടുള്ള ഇടക്കെട്ടും ഉണ്ടായിരുന്നു. സ്വർണ്ണക്കരയുള്ള ആനക്കൊമ്പ് നിറത്തിലുള്ളൊരു ശിരോവസ്ത്രം പാദം വരെ പുതച്ചിരുന്നുവെന്ന്. പാദങ്ങളിൽ സ്വർണ്ണ നിറത്തിലുള്ള 2 റോസാപുഷ്പങ്ങളും ഉണ്ടായിരുന്നത്രേ. ഇതാണ് ലൂർദ് മാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മാതാവിൻ്റെ രൂപം. ഇപ്പോൾ ഇരവിമംഗലത്തെ അമ്മ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയായിരുന്നു, ലൂർദിലെ അമ്മയായ ഞാൻ ദൈവത്തിൻ്റെ അമ്മയാണ്. അമ്മ എപ്പോഴും ഈശോയുടെ കുരിശിൻ ചുവട്ടിലാണ് എന്ന്. അതാണല്ലോ അമ്മയുടെ ശിരസിലൂടെ ഒഴുകിയ മനുഷ്യ രക്തത്തിൻ്റെ പിന്നിലുള്ള ഒരറിയിപ്പ്. ശരിയാണ് കൂട്ടുകാരെ, അമ്മ എപ്പോഴും കുരിശിലേക്ക് നമ്മെ നയിക്കുകയാണ്. അതായത് കുരിശിൽ നടന്നത് പരിഹാര ബലിയാണല്ലോ. അമ്മ കുരിശിൻ ചുവട്ടിൽ നിന്ന് ഈശോയുടെ സഹനം ഏറ്റെടുത്ത് എല്ലാ മക്കളെയും ബലിയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോവുകയാണ്. ബലി വിശുദ്ധമായിട്ട് അനുഭവമാകണമെങ്കിൽ പരിശുദ്ധ അമ്മ തന്നെ കൈപ്പിടിക്കണമെന്ന്. അമ്മയുടെ പ്രത്യക്ഷീകരണം ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു വേലിയേറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം അമ്മ ഈ ഗ്രാമത്തിൽ, ഈ ഗ്രോട്ടയിൽ മിണ്ടാതിരിക്കുകയല്ല. അമ്മ അനേക മക്കളെ വിശ്വാസത്തിലേക്ക്, യേശുവിലുള്ള വിശ്വാസത്തിലേക്ക്, യേശുവിൻ്റെ വിശുദ്ധ ബലിയിലേക്ക് മനുഷ്യ മക്കളെ ആനയിക്കുകയാണ് ചെയ്യുന്നത്. ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ ദിവസങ്ങളിൽ ബർണർദീത്ത എന്ന് പറയുന്ന മകൾക്ക് 3 രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ മരണം വരെ വിശുദ്ധ ബർണർദീത്ത അത് ആരോടും പറഞ്ഞില്ല അത്രേ. പക്ഷേ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ
അവിടെ കൂടിയിരുന്നവരോട് ഉറക്കെ പറഞ്ഞത് മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, അവിടെയാണല്ലോ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയത് ഞാൻ അമലോത്ഭവയാണെന്ന്. അമ്മ മാതാവ് ലൂർദിലും പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു വലിയ ആവശ്യം മാനസാന്തരപ്പെടുക എന്നതാണ്. അതുപോലെ തന്നെ പരിഹാരമായിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രദക്ഷിണമായി ജപമാല ചൊല്ലുക, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട്. ഇത് തന്നെയാണ് ഓരോ പ്രദക്ഷിണങ്ങളിലും നമ്മൾ കാണുക. തിരിപ്രദക്ഷിണമായി മനുഷ്യമക്കൾ എൻ്റെ പക്കലേക്ക് വരട്ടെ. അത് പരിഹാര പ്രദക്ഷിണമായിരിക്കും. ഓരോ സഹനങ്ങളും പരിഹാര ബലിയാക്കി മാറ്റി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഓരോ സഹനങ്ങളും സമർപ്പിക്കാൻ ആണല്ലോ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത്. ഇത് ഞങ്ങളുടെ ഇടവകയിലെ പുരാതന കാലത്തൊരു കൊച്ചു രൂപമാണ്. അതാണ് പ്രദക്ഷിണ സമയത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. ഈ ഇടവകയിലെ ഒരു പ്രത്യേകതയാണ് അമ്മയുടെ രൂപക്കൂട് സഹോദരിമാരാണ് ചുമന്നുകൊണ്ട് പോകുന്നത്. ആദ്യത്തെ ബുധനാഴ്ച മാതൃവേദിയിലെ മാതൃസംഘത്തിലെ അമ്മമാരാണ് ആദ്യ ബുധനാഴ്ച പരിശുദ്ധ അമ്മയെ ചുമന്നുകൊണ്ട് പോകുന്നത്. അത് ഒരു നല്ല അനുഭവമാണ് കേട്ടോ. അമ്മയെ ചുമക്കാൻ അമ്മയുടെ മക്കൾ, അമ്മ മാതാവ് ഏറെ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് അമ്മയെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഈ പ്രദക്ഷിണ സമയം. തിരിപ്രദക്ഷിണമായി മനുഷ്യമക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന ലൂർദിലെ ആഹ്വാനം അനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ രൂപവും കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മരിയൻ മക്കളെല്ലാം കത്തിച്ച തിരിയുമായി പ്രദക്ഷിണമായി നീങ്ങുമ്പോൾ ഇത് തന്നെയായിരിക്കും പരിഹാര പ്രദക്ഷിണം. അമ്മ മാതാവ് ഇവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം, സ്വന്തം പാപത്തിനും കുടുംബാംഗങ്ങളുടെ തലമുറയിലെ മക്കളുടെ പാപത്തിന് പരിഹാരം, സകല ശുദ്ധീകരാത്മാക്കൾക്കും പാപത്തിൻ്റെ പരിഹാരം, ഇതാണ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത്. യോഗ്യതയോടെ പരിശുദ്ധ കുർബാനയിലായിരിക്കുക, അതാണ് അമ്മയുടെ ഏറ്റവും ആദ്യത്തെ സന്ദേശം. ഈ പ്രദക്ഷിണ വഴികളിലെല്ലാം മനുഷ്യമക്കളുടെ മനസ്സിലൊരു നിയോഗമുണ്ടായിരിക്കും. അവരെ വേദനിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന നിയോഗങ്ങൾ. ഇവിടെ ഓരോ ബുധനാഴ്ചയും ഈ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ആ ഒരാഴ്ച പരിഹാരമായി ചൊല്ലിയിട്ടുള്ള ജപമാലയും കരുണക്കൊന്തയും അർപ്പിച്ച വിശുദ്ധ ബലിയും ഉപവാസവുമെല്ലാം ഒരു കടലാസിൽ എഴുതി കൊണ്ടുവന്ന് അൽത്താരിൽ സമർപ്പിക്കും. ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഈ നിയോഗങ്ങൾക്ക് വേണ്ടി ജപമാല മക്കൾ ജപമാലയുടെ എണ്ണം അൽത്താരയിൽ അമ്മയ്ക്ക് സമർപ്പിക്കും. അത് അമ്മ പിതാവായ ദൈവത്തിന് പുത്രൻ്റെ ബലിയിലൂടെ കാഴ്ചവെക്കുമ്പോൾ അനുഗ്രഹങ്ങളും വിടുതലുകളും ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുകയാണ്. കുറേ സഹോദരങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ബുധനാഴ്ചകളിലെ ശുശ്രൂഷ അയക്കുന്നത്. അകലങ്ങളിലിരുന്ന് ഇവിടെ സമർപ്പിക്കാൻ ജപമാല എണ്ണം വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന മക്കൾ അവർ പറഞ്ഞു, ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരണം, അപ്പോൾ ഞങ്ങൾക്കും അതിൽ പങ്കെടുക്കാമല്ലോ. ഗ്രോട്ടോയിൽ ഈശോയുടെ രക്തം ശിരസിൽ ഏറ്റുവാങ്ങിയ അമ്മ, ആ അമ്മയുടെ
പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ അകലങ്ങളിലിരിക്കുന്നവർക്ക് പറ്റുകയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ബുധനാഴ്ചയിലെ ശുശ്രൂഷകളെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഒഴിവുള്ള സമയത്ത് ഇത് കാണുമ്പോൾ ഒപ്പം ഇതിൽ പങ്കെടുക്കാമല്ലോ, ജപമാലയും ചൊല്ലാം. അപ്പോൾ ഇവിടെ വന്ന് ഇത് പങ്കെടുക്കുന്നതിൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും. പരിശുദ്ധ അമ്മ ആരെല്ലാം ജപമാല സമർപ്പിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ ശുശ്രൂഷകളൊക്കെ കാണാം. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ പരിശുദ്ധ ബലിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാം.
അപേക്ഷകളിലും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ, വിവാഹ തടസ്സം മാറുന്നതിനുള്ള അപേക്ഷകൾ, രോഗശാന്തിക്ക് വേണ്ടിയുള്ള ഏറ്റവും ഹൃദയമായ ഇന്ന് പരിശുദ്ധമ്മയുടെ പക്കൽ കാഴ്ചവെച്ചതും നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധമ്മയുടെ പക്കലേക്ക് ഉയർന്നതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കാരോസസ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടുകൂടെ പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കർത്തവ്യയാഗത്തിൽ അവളെ സഹകരണ സ്നേഹമെന്നീ ദൈവിക സുഹൃത്തുക്കളുടെ വിളനിലമായി പ്രശോഭിക്കുകയും വിശുദ്ധിയുടെയും വിനയത്തിന്റെ ഉത്തമ മാതൃകയായി ജീവിക്കുകയും ചെയ്ത കന്യാമാതാവിനെ പോലെ ക്രിസ്തീയ സുഹൃത്തുക്കൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പാപാന്തകരം നിറഞ്ഞ ലോകത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വീശിക്കൊണ്ട് പ്രഭാതതാരം പോലെ ഉദിച്ചുയരുവാൻ അങ്ങേ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ സജ്ജമാക്കി മിശിഹായെ നന്മ നിറഞ്ഞവളും എല്ലാ സുഹൃത്തുക്കളുടെയും വിടുതലവും മാലാഖമാരുടെയും മനുഷ്യരുടെ ആത്മീയമായ മാതാവിനെ അനുകരിച്ച് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളർന്നു വരാനും സുഹൃത്ത് സമ്പന്നമായ ജീവിതത്തിന് ശേഷം ത്രിത്വൈക ദൈവത്തെ മുഖാമുഖം കണ്ട സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണമുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ പിതാമാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതിയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികമായ സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുനാൾ നടത്തുന്നവരെ അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധമ്മയെ ഞങ്ങൾ ഭക്ഷിക്കാൻ പോകുന്ന നേർച്ച ഭക്ഷണത്തെ ആസ്വദിക്കണമേ. അങ്ങേതൃക്കമായുള്ള എല്ലാ കൃപകളും സൗഖ്യവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ആഹാര പദാർത്ഥം കാരണമാകട്ടെ. കർത്താവ് ശംശയുടെ അനന്തമായ ശക്തിയാൽ നാമത്തെ ഈ നേർച്ചയെ അങ്ങ് ആസ്വദിക്കണമേ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഈ ഭക്ഷണ പദാർത്ഥം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ജപമാല മണികളിൽ വിരലൊന്നു തൊട്ടാൽ സ്വർഗ കവാടം തുറന്നു തരും അമ്മ. സ്വർഗത്തിൽ നിന്നെന്നെ എത്തി നോക്കും അമ്മേ മാമരിയേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ മാമരിയേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിഴലാകുവാൻ നിറമേകുവാൻ അമ്മേ എന്നരികിൽ വന്നിടുമോ. നിഴലാകുവാൻ നിറമേകുവാൻ അമ്മേ എന്നരികിൽ വന്നിടുമോ. അഴലുകളായിരം എൻ ഹൃദയത്തിൽ വാൾമുനയായിരുന്നു
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജപമാലമണികളിൽ വിരലൊന്നു തൊട്ടാൽ സ്വർഗകവാടം തുറന്നു തരും അമ്മ. സ്വർഗത്തിൽ നിന്നെന്നെ എത്തി നോക്കും. മുത്തായിടും ജപമാലയിൽ അമ്മേ നിൻ ഹൃദയം കാണുന്നു ഞാൻ. മുത്തായിടും ജപമാലയിൽ അമ്മേ നിൻ ഹൃദയം കാണുന്നു ഞാൻ. അതിരുകളില്ലാത്ത നിൻ സ്നേഹമെന്നും ആലംബമായിന്നും വന്നിടുമോ അമ്മേ മാമരിയേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജപമാലമണികളിൽ വിരലൊന്നു തൊട്ടാൽ സ്വർഗകവാടം തുറന്നു തരും അമ്മ. സ്വർഗത്തിൽ നിന്നെന്നെ എത്തി നോക്കും അമ്മേ മാമരിയേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ മാമരിയേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.